ഗുഡ് മോർണിംഗ് ട്രേഡേഴ്സ് ആൻഡ് ഇൻവെസ്റ്റേഴ്സ്. സിയാത്ത് ഇല്ലിക്കൽ എല്ലാ ദിവസവും രാവിലെയുള്ള പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് കിടക്കാം. കഴിഞ്ഞ ദിവസം നമ്മൾ മാർക്കറ്റ് 24,100 മുകളിൽ സസ്റ്റെയിൻ ചെയ്യാനായിട്ട് സാധിച്ചു. HDFC ബാങ്ക്, ICICI, ഇൻഫോസിസ്, റിലയൻസ് തുടങ്ങിയ ഇൻഡെക്സ് ഹെവി വെയിറ്റ് സ്റ്റോക്കുകളാണ് ഈ ഒരു സസ്റ്റൈനബിലിറ്റിക്ക് ഹെൽപ്പ് ചെയ്തിട്ടുള്ളത്. നമുക്കറിയാം, ഇറാൻ US ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. വളരെ പോസിറ്റീവായിട്ടുള്ള ചർച്ചകളൊക്കെ നടക്കുന്നുണ്ട്. ഇറാൻ വീണ്ടും UN ആണവ നിരീക്ഷകരെ രാജ്യത്തേക്ക് വന്ന് പരിശോധിക്കാനായിട്ട് സമ്മതിച്ചു. കൂടാതെ തന്നെ അമേരിക്ക ഇറാൻ്റെ എണ്ണ കയറ്റുമതിക്ക് 60 ദിവസത്തെ ഇളവ് പ്രഖ്യാപിച്ചു. ഇതുവഴി ഇറാൻ്റെ ക്രൂഡ് ഓയിൽ ഇനിയിപ്പോൾ അന്താരാഷ്ട്ര വിപണിയിലേക്ക് വരും. ഇപ്പോൾ ക്രൂഡ് ഓയിലിൻ്റെ പ്രൈസ് അതുകൊണ്ട് താഴേക്ക് വന്നു. സ്ട്രൈറ്റ് ഓഫ് ഹോർമസ് ഗതാഗതം സാധാരണ നിലയിലേക്ക് കൊണ്ടുവരാൻ ഇരുപക്ഷവും ധാരണയായി. ലെബനനിൽ സംഘർഷം കുറയ്ക്കാനായിട്ട് ഡീ കോൺഫ്ലിക്ഷൻ സെല്ല് പ്രത്യേക സംവിധാനം രൂപീകരിച്ചു. ഇതൊക്കെയാണ് പോസിറ്റീവായിട്ടുള്ള ഘടകങ്ങൾ വന്നിട്ടുള്ളത്. ഈ മധ്യസ്ഥത വഹിക്കുന്നത് പാകിസ്ഥാനും ഖത്തറുമാണ്. അപ്പോൾ ആ കാര്യങ്ങളെല്ലാം തന്നെ നല്ല രീതിയിൽ പോകുന്നുണ്ട്. ഇതിൽ പ്രകാരം ഗ്ലോബൽ മാർക്കറ്റിലുള്ള വിക്സ് ഒന്ന് കുറഞ്ഞിട്ടുണ്ട്. ഇന്ത്യ വിക്സ് എസ്പെഷ്യലി കുറഞ്ഞു. നമുക്ക് കഴിഞ്ഞ ദിവസത്തിലേക്ക് വരാണെങ്കിൽ ഏറ്റവും താഴെ US വിക്സ് എന്നാൽ 8% സ്പൈക്ക് ചെയ്ത് 15ആയി. നാസ്ഡാക്ക് കാരണം ഫോളോ ചെയ്തു, 1.3% ഫോളോ ചെയ്തു. ഡോവ് പോസിറ്റീവായിരുന്നു. യൂറോപ്യൻ മാർക്കറ്റ് മിക്സ്ഡ് സെൻറ്റിമെൻറ്റ്സ് ആയിരുന്നു. ഇന്ത്യ വിക്സ് കാണാം, ഇന്നലെയും ഫോളായി 12ലേക്ക് എത്തി നിൽക്കുന്നുണ്ട്. ഇപ്പോൾ ഏഷ്യൻ മാർക്കറ്റുകൾ മിക്സ്ഡ് പെർഫോമൻസ്. ഡോ ഫ്യൂച്ചറും നാസ്ഡാക്ക് ഫ്യൂച്ചറും മിക്സ്ഡ് പെർഫോമൻസ്. നിഫ്റ്റി ഫ്ലാറ്റ് ഓപ്പണിംഗ്. ഏറ്റവും ടോപ്പിൽ ഗോൾഡ് 4191, സിൽവർ 64, ബിറ്റ്കോയിൻ 64,000, ബ്രന്റ് ഓയിൽ 77 എന്ന നിലയിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. US മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്ത ഇന്ത്യൻ കമ്പനികളിൽ ഈ വിപ്രോ ഒരു 6% ഒരു ഫോൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഏറ്റവും ടോപ്പിൽ നിന്ന് രണ്ടാമത് കാണാനായിട്ട് സാധിക്കും. ഇനി പ്രശ്നങ്ങളൊന്നും തന്നെ നിലവിലില്ല. ഇനിയിപ്പോൾ USൻ്റെ സർവീസ് PMI, മാനുഫാക്ചറിങ് PMI ഡേറ്റ വരുന്നുണ്ട്. കൂടാതെ തന്നെ USൽ നിന്ന് അവിടുത്തെ GDP ഡേറ്റ വരുന്നുണ്ട്. ജൂൺ 25 വ്യാഴാഴ്ച, 25 വ്യാഴാഴ്ച. കൂടാതെ 26 ജൂൺ ഫ്രൈഡേ ഇന്ത്യൻ മാർക്കറ്റ് അവധിയാണ്. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് ഗ്ലോബലി ഉള്ള കാര്യങ്ങൾ. നമുക്കിനി സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് പോകാം. കൂടാതെ അതിനു മുമ്പ് ITR ഫയൽ ചെയ്യാൻ മറക്കരുത്. ട്രേഡ് ചെയ്യുന്ന എല്ലാ ആളുകളും ഫയൽ ചെയ്യണം. നമുക്ക് ലോസ് ഉണ്ടെങ്കിൽ ക്യാരി ഫോർവേഡ് ചെയ്യാം, പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ അത് ഡിക്ലെയർ ചെയ്യണം. കൂടാതെ തന്നെ മറ്റുള്ള അഡ്ജസ്റ്റ്മെൻറ്റുകളെല്ലാം തന്നെ നമുക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ITR ഫയൽ ചെയ്യാൻ താല്പര്യമുള്ള ആളുകൾക്ക് ഫസ്റ്റ് കമൻറ്റിൽ ഞാൻ ഗൂഗിൾ ഷീറ്റ് വെച്ചിട്ടുണ്ട്. നിങ്ങളുടെ ഡീറ്റെയിൽ ഫില്ല് ചെയ്യുക. നമുക്ക് ITR ഒരുമിച്ച് ഫയൽ ചെയ്യാം. കൂടാതെ തന്നെ ബിറ്റ്കോയിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടു. ബിറ്റ്കോയിൻ ഇപ്പോൾ 64,191 ഇപ്പോൾ ബിറ്റ്കോയിൻ നിൽപ്പ്. ഇനി നമുക്ക് കുറച്ച് സ്റ്റോക്കുകളുടെ ഇൻഡിവിജ്വൽ വാർത്തകളിലേക്ക് പോകാം. ഹിന്ദുസ്ഥാൻ സിങ്ക് കമ്പനി, ഇവർ ഒരു അദ്വൻക്ക് അസോസിയേറ്റ് ആയിട്ട് ഒരു പുതിയ ഒരു മെമ്മോറണ്ടം ഓഫ് അണ്ടർസ്റ്റാൻഡിങ് ഗ്രീൻ ഹൈഡ്രജൻ പ്രൊജക്റ്റ് ചെയ്യാനായിട്ട് ധാരണയെന്നുള്ള ന്യൂസ്. ഇൻഫോ എഡ്ജ് കമ്പനി AIയിലേക്ക് വേണ്ടിയിട്ട് 1,268 കോടി രൂപ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാനായിട്ട് ധാരണയായി. ഭാരത് ഇലക്ട്രോണിക്സ് കമ്പനിക്ക് 1,081 കോടി രൂപയുടെ ഓർഡർ കിട്ടി. കൂടാതെ തന്നെ GHB ഇൻഫ്രാ പ്രൊജക്റ്റിന് ഇവർക്കും ഒരു 213 കോടി രൂപയുടെ ഓർഡർ ലഭിച്ചു. എലമെൻ്ററി ഹോട്ടൽ നേപ്പാളിൽ പുതിയൊരു ഹോട്ടൽ അവർ അക്യൂർ ചെയ്തു. അബാർ ഇൻഡസ്ട്രീസ് കമ്പനി സൗദി അരാംകോയായിട്ട് ഒരു പുതിയ ബിസിനസ് കോൺട്രാക്ട് സൈൻ ചെയ്തു. ബിർള കോർപ്പറേഷൻ കമ്പനി, ഇവരുടെ ബീഹാറിൽ പുതിയ പ്ലാന്റ് കൊമേഴ്ഷ്യൽ പ്രൊഡക്ഷൻ ആരംഭിച്ചു. ഇന്ത്യ ഷെൽട്ടർ ഫിനാൻസ് കമ്പനിയുടെ റവന്യൂ ടാർഗറ്റ് കമ്പനി ഉയർത്തിയതായിട്ടുള്ള ന്യൂസ് ഉണ്ട്. പേസ് ഡിജിറ്റെക് കമ്പനി, ഇവർ മധ്യപ്രദേശിൽ ഇവരുടെ പ്ലാന്റിൽ നിന്ന് കൊമേഴ്ഷ്യൽ പ്രൊഡക്ഷൻ ആരംഭിച്ചു. ട്രാൻസൈൽ ലൈറ്റിംഗ് കമ്പനി, ഇവർ പുതിയ ഒരു പ്ലാന്റിൻ്റെ എക്സ്പാൻഷൻ കമ്പനി നടത്താൻ തീരുമാനിച്ചു. അത് കമ്മീഷനും ചെയ്തു. ഇനി അഡ്വൻറ്റ് അസോസിയേറ്റ് കമ്പനി, ഇവർ JACTL എന്ന് പറയുന്ന ഒരു അജന്മ ഹോൾഡിംഗ് ഈ ഒരു കമ്പനീനെ അക്യൂർ ചെയ്തതായിട്ടുള്ള ന്യൂസാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ ITR ഫയൽ ചെയ്യാൻ താല്പര്യമുള്ള ആൾക്ക് ഫസ്റ്റ് കമൻറ്റിൽ ഗൂഗിൾ ഫോം ഉണ്ട്, യൂസ് ചെയ്യാം. താങ്ക് യു ഓൾ.